ഇത്രയും വലിയ വെള്ളമുള്ള കിണർ കണ്ട് കിളി പോയിന്ന് ഞാൻ പിന്നെ വെള്ളമില്ലാത്ത കിണർ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ട് കേട്ടോ. ഒരു ആരുടെയോ ഖബറാണ്. പണ്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും കാണുമായിരുന്നു, ഇവിടെ വന്ന് അവരുടെ ആചാരങ്ങളൊക്കെ നടത്തുമായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ആരുമില്ല ഒരു തലമുറ കഴിഞ്ഞപ്പം. എന്തായാലേ നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ ഒരു കാര്യം. എന്തൊക്കെ കെട്ടിപ്പടുത്തിയാലും എന്തൊക്കെ ഉണ്ടാക്കിയാലും ഒരു പരിധി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടാനുള്ളത്. അത് പോട്ടെ. നമ്മളിങ്ങനെ നടന്നു പോവാണ്. പുള്ളീനോട് വർത്താനൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടക്കുകയാണ്. പുള്ളി ഇവിടുത്തെ കൗൺസിലറാണ്, പക്ഷേ കണ്ടാൽ പറയില്ല കോമ്പയുടെ കൗൺസിലറാണ്. പുള്ളീനെ കുറിച്ചൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. പുള്ളി അത്ര ഒരു അത്യുഗ്ര മനുഷ്യനാണ്. നമ്മുടെ പഴയ ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കിണറിൻ്റെ മോട്ടോർ പെരയാണ്. ഇവരെല്ലാവരും ഇഷ്ടികയിലാട്ടോ. ഇവിടെ വീടുകളും എല്ലാം പണിയുന്ന ഇഷ്ടികയിലാണ്. അപ്പോൾ അത്ര ബലമുള്ളതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചീട്ടുകളി കേന്ദ്രമാണ് കേട്ടോ. ജോക്കറും എല്ലാം പറന്ന് കിടക്കുന്നുണ്ട് ഡെയിലിയിലൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് മധ്യവയസ്കരൊക്കെ ചീട്ട് കളിക്കുന്ന, ഈ തെങ്ങുതോപ്പിലൊക്കെ ചീട്ട് കളിക്കുന്ന ഒരു സ്ഥലം, ഒരു പഴയ അടുക്കളയൊക്കെ, അന്നത്തെ ഒരു അടുക്കളയൊക്കെ ഇവിടെ കാണാം. അങ്ങനെ നമ്മൾ കിണറ്റിലേക്ക് പോയാലോ. കൈവരിയൊന്നും ഇല്ലാത്തൊരു കിണർ. അബദ്ധത്തിൽ പോലും വന്ന് ചാടിക്കഴിഞ്ഞാൽ കയറാൻ പോലും പറ്റില്ല. കാരണം കണ്ടോ, ഈ കിണറിന് പടികളൊന്നുമില്ല. പടികളൊക്കെ ഇടിഞ്ഞ് അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെയർ മണ്ണ് മാത്രം ചെങ്കല്ലായതുകൊണ്ട് അത് ഇടിഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ അടിയിലേക്കുള്ള മണ്ണ് മൊത്തം ഇടിഞ്ഞിട്ടാണ് ഈ കിണർ നികന്നു പോയത്. അത് മറ്റേ നമ്മൾ ആദ്യത്തെ കണ്ടതിനെക്കാട്ടിലും വലിയ കിണറായിരുന്നു ഇത്. ഇവരിതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിധിൻ്റെ മേലേക്ക് അങ്ങ് ഉള്ളിലേക്ക് ഇടിഞ്ഞിട്ട് വലിയ ഗുഹ പോലെയാണ് അതിനുള്ളത്. ഉള്ളിലേക്ക് ഇറങ്ങി പേടിയാവുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് പാമ്പും പഴുതാരയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പുള്ളി പറയുന്നേക്കാം. അപ്പോൾ ഇങ്ങനെ കെട്ടി ഇത് ഉപേക്ഷിക്കപ്പെട്ടതാണ്. ഇതിപ്പോൾ മൂടണമെങ്കിൽ തന്നെ എത്രയോ ടിപ്പർ കണക്കിന് മണ്ണ് എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ആരും വരാത്തതുകൊണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നു കേട്ടോ. വലിയൊരു കാര്യം ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആല് വളരുന്നുണ്ട് ആ മറ്റേ കെട്ടിടത്തിന് മേലെ. അത് എവിടെ വേണം വളരും. നമ്മളിങ്ങനെ തന്നെ ആവണം കേട്ടോ. എവിടെ പോയി പെട്ടാലും നമ്മളങ്ങ് വളർന്ന് കയറിയേക്കണം.